പാലക്കാട് UDF സ്ഥാനാർത്ഥി ശ്രീ രമേഷ് പിഷാരടി ഇന്ന് ന്യൂസ് 18 കേരളം മീറ്റ് ദ ലീഡറിൽ പങ്കെടുക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. രാഷ്ട്രീയക്കാരനായി മാറി ഒടുവിൽ അല്ലേ? നമ്മുടെ പൂർണ്ണമായും പരിണമിച്ചു. മറ്റു മണിച്ചിത്രത്താഴി പറയല്ലോ, ഗംഗ കുറച്ചായി അവസാനം പൂർണ്ണമായി എന്ന് പറഞ്ഞാലേ, അങ്ങനെ പെട്ടെന്ന് മാറിയതല്ല, ഒരു പരിണാമമായിരുന്നു. മാറ്റം എന്ന് പറഞ്ഞ ഒരു ദിവസമാണല്ലോ, പതുക്കെ ആയി. പക്ഷെ ആ ഉടുപ്പിലേക്ക് മാറുവാനായിട്ട് അത്ര പരിശ്രമം വേണ്ടി വന്നിട്ടുണ്ടോ താങ്കൾക്ക്? കാരണം താങ്കളുടെ ഉള്ളിൽ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് പരിശ്രമം എന്ന് പറയുന്നത്, ഞാൻ പ്രചരണത്തെ പോയും അനുഭാവിയായി നിൽക്കുകയും ഇതിനു വേണ്ട അല്ലാതെ പിന്നണി പ്രവർത്തനങ്ങളിൽ പല കാലങ്ങളിൽ സജീവമായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു കാൻഡിഡേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പരിശ്രമം മാത്രം മാനദണ്ഡമാക്കിയുള്ളതല്ല. പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. പല തെരഞ്ഞെടുപ്പുകളിൽ ഒരാളൊരു മണ്ഡലത്തിലേക്ക് വരുന്നതിനകത്ത് നേതൃത്വവും സ്ക്രൂട്ടണിങ് കമ്മിറ്റിയും എല്ലാവരും കൂടെ ആലോചിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, റിബലുകളില്ലാത്ത, എതിർപ്പുകളില്ലാത്ത, അല്ലെങ്കിൽ ഇന്നയാളെ പോരാ എന്ന് പറഞ്ഞു കേൾക്കാത്ത ഒരു വേറൊരു പേര് ഉയർന്നു വരാത്ത രീതിയിലാണ് എൻ്റെ പേര് വന്നത്. എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞത് എൻ്റെ പേരായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. പക്ഷെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയപ്പോഴും ആ ഒരു ഫീലിംഗ് ഉണ്ടായി കാണുമല്ലോ, ഒരു എതിർപ്പും ഇല്ല എന്ന്. പക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കുമോ യഥാർത്ഥത്തിൽ? കാരണം ഒരിടത്തും അങ്ങനെ എതിർപ്പില്ലാതെ കോൺഗ്രസിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചാരണം നടത്താൻ പറ്റില്ല. ആരെ വെച്ചാലും ഉണ്ടാകുന്ന ഒരു എതിർപ്പ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകും. കാരണം എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാലത്തും ഇഷ്ടമല്ല. അത് ഏതവസ്ഥയിലും ആരെങ്കിലുമൊക്കെ എപ്പോഴും എതിർപ്പുണ്ടാകും. മാത്രമല്ല, എതിർപ്പ് ഒരു ജനാധിപത്യ സ്വഭാവത്തിന്റെ ലക്ഷണമാണ്. നമ്മൾ എതിർപ്പ് വന്നില്ലെങ്കിൽ നമ്മൾ സംശയിക്കണം, അവിടെ വേറെന്തോ ഒരു ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളൊരു കാര്യം പറയുന്നതിനെ വിമർശിക്കപ്പെടുകയും എതിർപ്പുകൾ ഉണ്ടാകുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ ജനാധിപത്യം എന്നുള്ള സ്ഥലത്തിന് ഒരു പ്രസക്തി വരുന്നുള്ളൂ. ഇന്നലെ ഏതിലോ പറഞ്ഞു, അതായത് ഞാൻ എൻ്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞപ്പോൾ ഒരുപാട് പേർ നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു പറയും. നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഒരു പൗരൻ അയാളുടെ രാഷ്ട്രീയം തുറന്നു പറയുന്നത് ഒരു ധൈര്യമായി കണക്കാക്കപ്പെടേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ അതൊക്കെ പതുക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് നല്ലോണം തന്നെയാണ് അർത്ഥം. അല്ലാതെ കോൺഗ്രസ്സുകാരൻ ഒരിക്കലും അങ്ങനെ തുറന്നു പറയേണ്ട ഒരു ധൈര്യക്കേട് ഉണ്ടാകേണ്ട ആവശ്യമില്ല. അങ്ങനെ ശങ്കിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ശങ്ക താങ്കൾക്കും ഉണ്ടായിരുന്നില്ലല്ലോ തുറന്നു പറയണം. അല്ല, കോൺഗ്രസ്സുകാരൻ അങ്ങനെ എനിക്ക് തിരിച്ചാ തോന്നുന്നത്. മറ്റു പാർട്ടിക്കാർക്കാണ് ശങ്ക വേണ്ടാത്തത്. കോൺഗ്രസിൽ കലാകാരൻ ന്യൂനപക്ഷമാണ്. കലാകാര് ബൈ ഡിഫാൾട്ട് പെട്ടെന്ന് അവരുടെ പല ആവശ്യം കൊണ്ടും സുരക്ഷിതത്വം കൊണ്ടും ഒക്കെ പോകും. ഇടത് മനസ്സുണ്ടെങ്കിൽ പോലും മറുഭാഗങ്ങളിലോട്ടാണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ കോൺഗ്രസിലാകുന്നതുകൊണ്ടാണ്, അതും കഴിഞ്ഞ 10 വർഷത്തിൽ നമുക്ക് കേന്ദ്രവും കേരളവും ഇല്ലാത്ത സമയത്ത് നമുക്ക് 2 പേർ നമ്മളെ ആക്രമിക്കാൻ തയ്യാറാക്കി നിൽക്കുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല, താങ്കളുടെ കാര്യത്തിൽ ഇടതു മനസ്സുള്ളവർ ആളുകൾക്കൊപ്പം കൂടുതൽ സഹവാസം ഉള്ളതുകൊണ്ട് താങ്കളെ ഒരു ഇടതു മനസ്സുള്ള ആൾ എന്ന രീതിയിൽ കണ്ടിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഇടത് മനസ്സൊക്കെ ഈ സംസ്ഥാനത്ത് എല്ലാവർക്കും ഉണ്ട്. കേരളം ഇപ്പോഴും ഇതുപോലെ തുടരുന്നതിന് അതിനൊരു കാരണമാണ്. ഇടത് മനസ്സും കമ്മ്യൂണിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇടത് മനസ്സൊക്കെ എല്ലാവർക്കും ഉണ്ട്. എനിക്കൊന്നും മാത്രമല്ല, ഒരു കേരള ജനതയ്ക്ക് മുഴുവനുണ്ട്. ഒത്തിരി സംസ്ഥാനം അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ താങ്കൾക്ക് മറ്റൊരു ഇമേജും കൂടി ഉണ്ടായിരുന്നു. താങ്കൾ ഒരു സംഖ്യയാണോ എന്ന് പോലും പല ആളുകളും നേരിട്ട് പോലും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? നേരിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല. അതൊക്കെ പറഞ്ഞു വരുത്തിയിട്ടുള്ള കാര്യങ്ങളെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ആരും നേരിട്ട് ചോദിച്ചിട്ടില്ല എന്നോട്. കാരണം അതെങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്? ഞാൻ നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തിൽ ഒരാൾ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഞാൻ കോൺഗ്രസ് ആണെന്ന് പറയുന്നതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനപ്പുറം ഒരു പൊളിറ്റിക്സ് ഉണ്ടോ? ഞാനിവിടെ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പം ഭാരത് ജോഡോ കേരളത്തിലുള്ള ഭരണകക്ഷികൾക്കെതിരെ ഒന്നുള്ള യാത്ര ആയിരുന്നില്ല. എന്നിട്ട് പോലും ഇവിടെയുള്ള ഭരണകക്ഷികൾ അതിനെ പരിഹസിക്കാൻ നോക്കിയതല്ലാതെ, അതിന് പോയതിന് എന്നെ പരിഹസിക്കാൻ നോക്കിയതല്ലാതെ, ഞാൻ അത്രയും ബോൾഡായി ഇതിനൊപ്പം നടന്ന ശേഷവും ഈ ആരോപണം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ഒരു ടെംപ്ലറ്റ് ആരോപണങ്ങളാണ്. പെട്ടെന്ന് കയറി നമുക്കൊരാളെ അവനിതാ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ടെംപ്ലറ്റ് ആരോപണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ പ്രൂഫുകളൊന്നും ഉള്ള കാര്യമോ അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ പറയാനുള്ളതൊന്നും ഉള്ളൊരു ആരോപണമല്ല. സെലിബ്രിറ്റി എന്നുള്ള ആ ഓറയിൽ നിന്ന് താങ്കൾക്ക് വെളിയിൽ കിടക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലേ പാലക്കാട്? കാരണം സെലിബ്രിറ്റികൾ മത്സരിക്കുന്നു, അവരെ കാണാൻ ആളുകൾ കൂടും, പക്ഷെ അതിനപ്പുറത്ത് അത് വോട്ടാവില്ല എന്നുള്ളൊരു ഇമേജ് ഉള്ളതുകൊണ്ട് എപ്പോഴും സെലിബ്രിറ്റികൾ ആ ഓറയിൽ നിന്ന് വെളിയിൽ കിടക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. താങ്കൾ അങ്ങനെ ശ്രമിച്ചിരുന്നു? ഞാൻ ആ ഓറയും എനിക്ക് ആരോപിച്ച് കിട്ടിയ ഓറയാണ്. ഞാൻ നല്ലോണം വളരെ ജനകീയമായ ആളുകൾക്കിടയിൽ നിൽക്കുന്ന, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആ സ്ഥലത്ത് ഞാൻ വീക്കൊന്നും ആയിരുന്നില്ല. നമ്മൾ ഈ സെലിബ്രിറ്റി പട്ടം പലപ്പോഴും ഈ സെൽഫ് ഡിക്ലെയർഡാണ് ഒരുപാട് പേർക്ക്. എനിക്ക് ജനങ്ങൾ ഡിക്ലെയർ ചെയ്ത് തന്നതിനപ്പുറം ഞാൻ ഒരു സെൽഫ് ഡിക്ലെയർഡ് സെലിബ്രിറ്റി ആയിട്ട് ഒരുപാട് അതിൻ്റേതായ രീതിയിൽ നടന്നിട്ടൊന്നുമുള്ള ആളൊന്നുമല്ല. എനിക്ക് വളരെ അതെനിക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റാറ്റസ് ആയിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളതാണ്.
പിന്നെ നമ്മൾ സെലിബ്രിറ്റി എന്നുള്ളതിനപ്പുറം ആളുകൾക്ക് പരിചയമുണ്ട്. ഞാനൊരു 26 വർഷം എത്രയോ പരിപാടികൾ 3000 എപ്പിസോഡും 3000 സ്റ്റേജ് ഷോകളും ചെയ്തതുകൊണ്ടുള്ള ജനങ്ങളുമായിട്ടുള്ള എൻ്റെ ഒരു അടുപ്പം അവിടെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ആ അടുപ്പം താങ്കൾക്ക് മറ്റൊരു രീതിയിലും ഗുണകരമായിരിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വികസന കാഴ്ചപ്പാട് ഉണ്ടാകുമല്ലോ. താങ്കൾ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ളതാണ്, അത് മലയാളികളും അല്ലാത്തവരും. എൻ്റെ വിദ്യാഭ്യാസം അത് താങ്കൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും? എൻ്റെ വിദ്യാഭ്യാസത്തിനകത്ത് എൻ്റെ യാത്രകൾ ഉൾപ്പെടുന്നു, എൻ്റെ സൗഹൃദങ്ങൾ ഉൾപ്പെടുന്നു. എൻ്റെ കലാലയ ജീവിതം കഴിഞ്ഞ് നമ്മൾ പഠനം നിർത്തുന്നതിന് ശേഷം എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ എൻ്റെ ഒരു സിലബസിൽ പെട്ടതായിരുന്നു എൻ്റെ യാത്രകളും എൻ്റെ സൗഹൃദങ്ങളും എന്ന് പറഞ്ഞത്. ഞാൻ പലതരത്തിൽപ്പെട്ട ആളുകളുമായി സൗഹൃദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് നോച്ച് ആളുകൾ തൊട്ട് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദം, പലതരത്തിൽപ്പെട്ട വിദേശ രാജ്യങ്ങൾ, അതിനകത്ത് ആഫ്രിക്കയും അമേരിക്കയും ഉൾപ്പെടും. അത്രയും എല്ലാ കൾച്ചറിലും പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉൾപ്പെട്ട രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെയൊക്കെ കണ്ട് പരിചയിച്ചിട്ടുള്ള പല കാര്യങ്ങളും എപ്പോഴും എൻ്റെ ഒരു വിഷനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ എതിരാളികൾ എന്ന് പറയുന്നത് അവർ ഒരാൾ, ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ പേരെടുത്ത് പറയാം, അതൊരു പൂർണ്ണ സമയം രാഷ്ട്രീയ പ്രവർത്തകയാണ് ആണല്ലോ. 10 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിൻ്റെ അനുഭവജ്ഞാനം അവരുടെ കൈവശമുണ്ട്. മറ്റേയാൾ ഒരു ബിസിനസ്മാൻ എന്ന രീതിയിൽ ഉണ്ട്. പക്ഷേ താങ്കൾ ഒരു പൊളിറ്റീഷ്യനെ അല്ല എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ടിരുന്നു. അത് താങ്കളുടെ ഈ അറിവ് കൊണ്ട് മറികടക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ പൊളിറ്റീഷ്യൻ ആയിരിക്കുക എന്ന് പറയുന്നത് പൊതുപ്രവർത്തനവും തമ്മിൽ രണ്ടും അതാണ്. പാർട്ടി പ്രവർത്തനവും പൊതുപ്രവർത്തനവുമാണ്. നിങ്ങൾ പല ആളുകളുടെയും അവരൊരു 100% പൊളിറ്റീഷ്യൻ ആണെന്ന് പറയുന്നത് അവരുടെ പാർട്ടി പ്രവർത്തനം നോക്കിയിട്ടാണ്. ശരിക്കും രാഷ്ട്രീയം പൊതുപ്രവർത്തനം ആണ് മെയിൻ. 20% പാർട്ടി പ്രവർത്തനവും 80% പൊതുപ്രവർത്തനവുമാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വിസിബിൾ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് ഞാനുണ്ടായിരുന്നു. നല്ലോണം ഉണ്ട്, എനിക്കതറിയാം. പക്ഷേ ഞാനത് വിസിബിളായിട്ട് ചെയ്യുന്നില്ല. കാരണം പല കാലത്തും ഞാൻ പറഞ്ഞല്ലോ, വർത്തമാനകാലം നന്മ സംശയിക്കപ്പെടുന്ന ഒരു കാലമാണ്. നിങ്ങളെന്നോട് ഒരുപാട് നന്നായിട്ട് പെരുമാറിയിട്ട് ഇവനെന്തിനാണ് എന്നോട് നന്നായിട്ട് പെരുമാറുന്നത്, അപ്പം ഇവനെന്തോ ഉദ്ദേശമുണ്ടെന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് സമൂഹം നിൽക്കുന്നത്. അതുകൊണ്ടും കൂടെ വിസിബിൾ ആക്കിയില്ല. ഞാൻ എൻ്റെ ഉപജീവനത്തിനും അല്ലാതെയും ഞാൻ എൻ്റെ കലാമേഖലയിൽ വളരെ ആക്റ്റീവായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ പോയി എന്നുള്ളതേ ഉള്ളൂ. താങ്കൾക്ക് എന്തായാലും ഇവിടെ ഒരു എൻട്രി കിട്ടാനൊരു പ്രധാന കാരണക്കാരൻ തോമസ് ഐസക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണല്ലോ. കാരണം താങ്കളെ തോമസ് ഐസക് വിമർശിച്ചപ്പോൾ താങ്കൾ ചുട്ട മറുപടി തിരിച്ചു കൊടുത്തു. അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. അത് താങ്കളുടെ ഒരു പ്രതിച്ഛായ ബിൽഡിങ്ങിന് പോലും സഹായിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല കാര്യമായിട്ട്. അദ്ദേഹത്തിന് പിന്നെ എനിക്ക് തോന്നുന്നു മഞ്ജുഷ പറഞ്ഞ പോലെ അതൊരു ചുട്ട മറുപടിയൊന്നും ആയിരുന്നില്ല. അതൊരു ചൂടാത്ത മറുപടി മാത്രമാണ്. അത് ചിലപ്പോൾ അതുകൊണ്ടല്ല, പാലക്കാട് പെട്ടെന്ന് ഈ ഡീല് വിവാദമൊക്കെ വന്നതുകൊണ്ടും കൂടെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അതൊരു ഇമേജ് ബിൽഡപ്പിന് എന്നെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കൊരു ഇമേജ് ബിൽഡപ്പിൻ്റെ അല്ല, എനിക്ക് ആരോപിച്ച് കിട്ടിയ ഇമേജുകളുടെ പ്രശ്നമുള്ളൂ. എനിക്ക് എന്നെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുമില്ലല്ലോ. ആ ഒരു ഇമേജായിട്ട് തന്നെ നിൽക്കണമെന്ന്. അല്ല, ഞാൻ ആ ഇമേജ് ആരോപിക്കാൻ അവസരം ആവശ്യമില്ലാണ്ട് കൊടുക്കരുതെന്നുണ്ടായിരുന്നു എനിക്ക്. നമ്മൾ ചില ആളുകളെ ഒരു കാറ്റഗറീസ് ചെയ്തിട്ട് ആ കാറ്റഗറി ഉപയോഗിച്ചിട്ട് അയാളെ ഇകഴ്ത്താൻ വേണ്ടി ആ കാറ്റഗറി ഉപയോഗിക്കുക എന്ന് പറയും. നമ്മളത് നമ്മുടെ വലിയ ബലമായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഞാൻ അതുകൊണ്ടാണ് പ്രചരണത്തിന് താരങ്ങൾ വരണ്ടെന്ന് പറഞ്ഞത്. അത് മമ്മൂട്ടി വരണമെന്ന് താങ്കൾ പറഞ്ഞു. അല്ല പ്രചരണത്തിന് വരുമോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ജയിച്ചാൽ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. അത് വേണം ചെയ്യാന്ന് പറഞ്ഞു. ചോദിച്ചു പറയിച്ചതാ. അപ്പൊ ആള് ചെയ്യാൻ അത് ഒരാൾ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ എന്തിനാന്ന് വേണ്ടെന്ന് പറയുന്നത്. എനിക്ക് പറ്റാവുന്ന അല്ലെ ശ്രമിച്ചു നോക്കാവുന്ന ഒരു കാര്യം ഇങ്ങനെ എന്നത് ചെയ്യുമോ ചെയ്യാം നോക്കാം എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ KB ഗണേഷ് കുമാറൊക്കെ അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് താരങ്ങളെ കൊണ്ടുവരാറുണ്ട്. താങ്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആഗ്രഹിച്ചാലും ഞാനത് ചെയ്യുന്നില്ല. അതിൻ്റെ ആവശ്യകതയില്ല. ഞാനിവിടെ ഒരു UDF-കാരനായിട്ട് ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചോളാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും കൊണ്ടുവരുന്നുണ്ട്, എല്ലാവരും കൊണ്ടുവന്നൊക്കെ ഉണ്ട്. ഇത് ഞാൻ വന്ന് നിന്നപ്പോൾ ഇവർ ഫസ്റ്റ് ഇതൊക്കെ അവരെ അടിക്കാനുള്ള വടിയായിട്ട് എടുക്കുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും അതിൻ്റെ ആവശ്യമില്ലാതെ ഞാൻ തീർച്ചയായിട്ടും ഒരു UDF പ്രവർത്തകനായിട്ട് UDF-ന്റെ കാൻഡിഡേറ്റായിട്ട് തന്നെ ജയിച്ചാൽ മതി എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, ആരെങ്കിലും വന്നാൽ നീ വരരുതെന്നൊന്നും ഞാൻ പറയുമൊന്നുമില്ല. വളരെ പ്രിയമുള്ള ചില ആൾക്കാരോട് ഞാൻ പറയും വേണ്ട, ചിലപ്പോൾ നല്ല സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും, നിങ്ങളോട് വന്ന് നിങ്ങൾ കുറേ ചീത്ത കേൾക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റികൾ മത്സരിക്കുമ്പോൾ ആദ്യം ഒരു ആൾക്കൂട്ടം ഉണ്ടാകും. പക്ഷെ അത് എപ്പോഴും ചോദിക്കുന്ന കാര്യം ആൾക്കൂട്ടം വോട്ടാകുമോ എന്നാണ്, അല്ലേ? അങ്ങനെയുണ്ട്. ആ ചോദ്യവും പല കാലത്ത് ഇതിനുള്ള ഉത്തരമായി ജയിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. സെലിബ്രിറ്റികൾ മത്സരിക്കുക എന്നുള്ള ആളുകൾക്ക് ഈ സെലിബ്രിറ്റികളെ പോലും ആളുകൾക്ക്
കൃത്യമായി അറിയാം ഒരാൾ പാട്ടുകാരൻ മാത്രമാണോ, അയാൾക്ക് ഒരു പൊളിറ്റിക്സ് നിലപാടുകളുണ്ടോ, അയാളെ വിജയിപ്പിച്ചാൽ അയാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഉള്ള ആളാണോ എന്നൊക്കെയുള്ളത് ജനങ്ങൾ ഒപ്പത്തിനൊപ്പം വിലയിരുത്തിയാണല്ലോ വരുന്നത്. ഒരു കാര്യം കൂടി നോക്കും, കാരണം താങ്കൾ തിരക്ക് പിടിച്ച ഒരു സിനിമാക്കാരനാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുമോ എന്ന്, കാരണം MLA-മാരെ അറിയാം. ഇല്ല, ഞാൻ തിരക്ക് പിടിച്ച സിനിമാക്കാരനല്ല, എനിക്ക് അത്ര തിരക്കില്ല. ഞാൻ സിനിമയിലുള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുക. ഞാൻ കഴിഞ്ഞില്ല അഭിനയിച്ച 3 പടം മഞ്ജുഷ പറഞ്ഞു. അങ്ങനെ അഭിനയത്തിന്റെ കാര്യമല്ല, സ്റ്റേജ് ഷോകളിൽ സജീവമാണ്. താങ്കൾ തന്നെ ഞാൻ സ്റ്റേജ് ഷോകളിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്തിരുന്നു. ഞാൻ സ്റ്റേജ് ഷോകളിലൊക്കെ ആക്റ്റീവ് അല്ലാതായിട്ട് 4-5 കൊല്ലം കഴിഞ്ഞു. കോവിഡിന് മുമ്പ് നിർത്തിയതാണ്. എൻ്റെ കാരണം, നമ്മൾ സ്റ്റേജ് ഷോകളൊക്കെ എല്ലാവരും 4K മൊബൈലുമായിട്ട് വന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മളുണ്ടാക്കുന്നൊരു കണ്ടന്റ് ഒരു സിംഗിൾ ടൈം യൂസായി മാറുന്നു. നമ്മൾ എവിടെയെങ്കിലും പോയി ഒരു കണ്ടന്റ് പറയുന്നത്, വെറുതെ ഒരു സ്കൂളിൽ പോയി പ്രസംഗിച്ചാൽ പോലും ആ പ്രസംഗം 1 മില്യൺ വ്യൂസിലോട്ട് പോവുകയാണ്. അപ്പം അത്രയും കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ സ്റ്റേജ് ഷോകളും താരതമ്യേന നല്ലോണം കുറച്ചിരുന്നു. ഞാൻ ചില ഡിബേറ്റ്സുകൾക്ക് പോകുമായിരുന്നു, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽക്ക് പോകുമായിരുന്നു. അല്ലാതെ സ്റ്റേജിൽ കയറി നിന്ന് ശബ്ദം അനുകരിക്കുകയും സ്റ്റേജിൽ കയറി നിന്ന് നറമ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ സത്യത്തിൽ നിർത്തിയിട്ട് തന്നെ 4-5 കൊല്ലം സൂക്ഷ്മമായിട്ടുണ്ട്. വർഷം സ്പീഡിൽ ഞാൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനം. എനിക്കൊരു സീറ്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ ഒറ്റയടിക്ക് എടുത്തെടുത്ത് വന്നു പോയേക്കാന്നുള്ളതല്ല, എനിക്കിതിൻ്റെ എല്ലാ വരും വരായികകളെക്കുറിച്ചും എൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഞാൻ ചെയ്യേണ്ട ജോലികളെക്കുറിച്ചും ഞാൻ ജനങ്ങളോട് കാണിക്കേണ്ട കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ എനിക്ക് നല്ല ബോധ്യങ്ങളുണ്ടാകുകയും ആ ബോധ്യങ്ങൾ ചെയ്യാൻ എനിക്ക് എന്തുമാത്രം പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നല്ലവണ്ണം ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. ഇപ്പോൾ ഡീൽ വിവാദം താങ്കളെ അത് ബാധിക്കുന്നുണ്ടോ? താങ്കളുടെ പാർട്ടി അത് ഉന്നയിക്കുന്നുണ്ട്. എന്നെ അങ്ങനെ നിലവിൽ ബാധിക്കുന്നില്ല. അത് ബാധിക്കുന്നില്ലാത്തതിന് കാരണം പാലക്കാട് ജനങ്ങളുടെ ഒരു ബോധ്യങ്ങളാണ്. പാലക്കാട് ജനങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യമുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നി. പല സന്ദർഭങ്ങളിൽ ഞാൻ ഇറങ്ങി നടന്ന എത്ര ആളുകളെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് കണ്ടത്. ഒരു വളരെ കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അവർ. നമ്മൾ ഈ പൊളിറ്റിക്കൽ അല്ല എന്ന് പലരും പറയുന്നത്, നമ്മൾ ഈ മറുപക്ഷവുമായി ഉണ്ടാകുന്ന തർക്കങ്ങളെയും കൂടെയൊക്കെ നോക്കിയിട്ടാണ് പലരും പറയുന്നത്. പൊളിറ്റിക്സ് ഉറക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എന്ന പൊതുബോധമുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മൾ പൊളിറ്റിക്കലായിരിക്കുക എന്ന് പലരും പറയുന്നതിനകത്ത് കക്ഷി രാഷ്ട്രീയം, മറുപാർട്ടിയിലെ നേതാക്കന്മാർ ഇവരെ ആക്രമിക്കുന്നത് മാത്രമല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജനങ്ങളും നേതാവുമായിട്ടുള്ള ഇടപാടിനിടയിൽ വരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നിലപാടുകളിൽ വരുന്ന ഒരു കാര്യമാണ്, സാമൂഹികമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുന്ന, നമ്മുടെ സിവിക് സെൻസ്, നമ്മുടെ പൗരബോധത്തിൽ വരുന്ന സാധനമാണ്. അപ്പം നമ്മൾ പൊളിറ്റിക്സിലായിരിക്കുന്നതും പൊളിറ്റിക്കലായിരിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമാണ്. ഞാൻ പൊളിറ്റിക്സിൽ ആക്റ്റീവ് അല്ലായിരുന്നു എന്നുള്ളതുള്ളൂ, ഞാൻ പൊളിറ്റിക്കൽ അല്ലായിരുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതങ്ങനെയല്ല. ഈ കോൺഗ്രസിന് വേരോട്ടമുള്ള മണ്ണാണ്, തുടർച്ചയായിട്ട് UDF ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് താങ്കൾക്ക് എന്തായാലും ഉണ്ട് അല്ലെ? അത് താങ്കൾ കാണുന്നുമുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ സംഘടനാ ശക്തി വളരെ നല്ലതാണ്, നല്ല രസമുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളും വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ആളുകളും ഒക്കെ നമ്മുടെ ഇടതും വലതും മുന്നിലും പുറകിലും ഒക്കെ ഇത് നടത്താനും കാര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഉണ്ട്. റിയലാണിത്. നിങ്ങൾ മൊത്തം സ്ഥാനാർത്ഥികൾ അവനവൻ്റെ പേജിലിട്ട റീലിൻ്റെ എണ്ണം ഒന്ന് എണ്ണുക. ഞാൻ എത്ര ഇട്ടിട്ടുണ്ട്, ഇവിടുത്തെ മറ്റ് സ്ഥാനാർത്ഥികൾ എത്ര റീൽ ഇട്ടിട്ടുണ്ട് എന്ന് എണ്ണിയിട്ട് ഞാനാണ് കൂടുതലെങ്കിൽ ഈ ആരോപണം ഞാൻ അതുപോലെ സ്വീകരിക്കും. പ്രധാന എതിരാളി ആരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവിടെ BJP-യുമായിട്ടാണ് ഡയറക്റ്റ് ഫൈറ്റ്. BJP-യുമായിട്ടാണ് പാലക്കാട് നമ്മൾ ഡയറക്റ്റ് ഫൈറ്റ് ഉള്ളൂ. LDF അങ്ങനെ ഒരു പ്രതലത്തിൽ കാര്യമായിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു രാഷ്ട്രീയക്കാരുടെ ഒരു കൗശലം കൂടിയാണ്. BJP-യാണ് പ്രധാന എതിരാളി എന്ന് പറയുമ്പോൾ മൈനോറിറ്റി വോട്ട്സ്, ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടുവാനുള്ള തന്ത്രപരമായ ജനത്തിൽ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ LDF തന്നെ എനിക്ക് ഇവിടെ ഉണ്ടോ മത്സരിക്കാൻ? LDF സ്ഥാനാർത്ഥി ഉണ്ട്. എനിക്ക് അരിവാഴ ചുറ്റിയോട് കൂടെ മത്സരിക്കാൻ പറ്റുന്നില്ലല്ലോ. അതാണല്ലോ നിങ്ങൾ ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇനി ഞാൻ നിങ്ങളുടെ വിവാദമാണ്, ആരോപണമാണെന്നൊക്കെ പറയുന്നതിനപ്പുറം ഞാനിവിടെ കൈപ്പത്തിയിൽ വന്നിട്ട് മത്സരിക്കുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് മറ്റ് താമരയൊക്കെ ഉണ്ട്. എനിക്ക് അരിവാൾ ചുറ്റികയില്ല എൻ്റെ ഓപ്പോസിറ്റ് മത്സരിക്കാൻ. അതിനുശേഷം വീണ്ടും ആരോപണം എൻ്റെ തലയിൽ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ താമരയെ നേരിടാനാണ് ഇപ്പോൾ താങ്കൾ ഇറങ്ങിയിരിക്കുന്നത്. അതെ. ശരി, എല്ലാ ആശംസകളും. നന്ദി.